ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലബാർ ക്ലാസിക് കിച്ചൺ. ഈ കഴിഞ്ഞ 5-ാം തീയതി എൻ്റെ മോൾ ഇസ്രയുടെ 5th ബർത്ത്ഡേ ആയിരുന്നു. ആളും ബഹളവുമുള്ള വലിയ ആഘോഷമൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ മാത്രമുള്ള ഒരു കൊച്ചാഘോഷമായിരുന്നു അത്. ഉച്ചയ്ക്ക് തമിഴൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഒറിജിനൽ നെയിം കീഴക്കര ബിരിയാണി എന്നാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ ചട്നിയാണ്. ഇത് ഇത്തിരി സ്പൈസിയാണ്. കീഴക്കര ബിരിയാണിയുടെ കൂടെയും അതുപോലെ പുലാവിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂട്ടോ. ഇത് മോൾക്ക് വേണ്ടി നോർമൽ തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. തണ്ണിമത്തനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു പുഡിംഗ് കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഫ്രഷ് ക്രീമോ ചൈന ഗ്രാസോ ഒന്നുമില്ലാതെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പുഡിംഗ്. എന്നാൽ പിന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡാണ്. ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാല് വേണം. ഇത് 500 ml ഉണ്ട്. 200 ഗ്രാം മിൽക്ക് മെയ്ഡ്, 3 ടീസ്പൂൺ നെയ്യ്, 4 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് കശുവണ്ടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കശുവണ്ടി ചേർത്ത് നന്നായി വറുത്തെടുക്കുക. ഇതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി അതേ നെയ്യിലേക്ക് പാല് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ബ്രെഡ് സ്ലൈസസ് ഉടച്ച് പാലുമായി യോജിപ്പിച്ചെടുക്കുക. ബ്രെഡ് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി പഞ്ചസാര ആഡ് ചെയ്യുക. ഇത് നന്നായി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിലേക്ക് വറുത്തു വെച്ച കശുവണ്ടി ചേർക്കുക. ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. ഇത് ചൂടോടുകൂടി തന്നെ ഏത് പാത്രത്തിലേക്കാണോ പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ പുഡിംഗ് ചേർക്കുക. ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ കപ്പലണ്ടി മിഠായി പൊടിച്ചതും ജെംസ് മിഠായി ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ ഫുഡ് ഉണ്ടാക്കുന്നതിനിടയിൽ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ചൂടാറുമ്പോൾ ഇത് താനേ സെറ്റാവും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ പുഡിംഗ് റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ.